അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് കെമിക്കൽസ് ഇൻ ഫുഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൻലി ഈ സെക്ഷനിൽ വരുന്നത് ഫുഡിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഔട്ട്ലൈനാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ആഡഡ് ടു ദ ബേസിക് ഫുഡ് പ്രോഡക്ട്സ് ഫോർ ദെയർ പ്രിസർവേഷൻ, then for improving the appeal and for maintaining and enhancing the nutritional quality or a combination of more than one of the above purposes. അതായത് മെയിൻലി ദെയർ കെമിക്കൽ സബ്സ്റ്റൻസസ് അത് ഫുഡ് പ്രോഡക്ട്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സ് പ്രിസർവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും, ഓർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് എൻഹാൻസിങ് ഇറ്റ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. ചിലപ്പോൾ മിനറൽസൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, നമ്മളല്ല ബേക്കേഴ്സൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ന്യൂട്രീഷണൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒക്കെ പർപ്പസുകൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് മെയിൻലി ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് കെമിക്കൽസ് മാത്രമല്ല, ചിലതൊക്കെ പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണതുണ്ട് ഫുഡ് അഡിറ്റീവ്സ്, ചിലത് ആനിമൽസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടണമെന്നുണ്ട്, എന്നാൽ ചിലതൊക്കെ സിന്തറ്റിക്കുമാണ്. അപ്പോൾ ഈ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത് വളരെ വിരലാണ്. അതായത് ചിലപ്പോൾ മിനറൽസ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ ആയിട്ട് ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് അത്തരത്തിലുള്ള നല്ല യൂസിന് വേണ്ടിയിട്ട് ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഫുഡ് പ്രിസർവേഷൻ? Chemicals intentionally added to food, generally in small quantities to prevent its microbial or catalytic decomposition and deterioration, are called food preservatives. ഇപ്പോൾ ഈ ഫുഡ് അഡിറ്റീവ്സിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുഡ് പ്രിസർവേറ്റീവ്സ് നമ്മൾ ഫുഡിലേക്കൊക്കെ ആഡ് ചെയ്യുന്നു, വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ആഡഡ് ടു പ്രിവെൻറ്റ് ദ മൈക്രോബിയൽ ആക്ഷൻ. ഫുഡ് ഡീക്കേ ചെയ്യാനുള്ള കാരണം അതിൽ മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മൈക്രോബിയൽ ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ അതിൻ്റെ ഡീകമ്പോസിഷൻ, ഡിറ്റീരിയോറേഷൻ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് മെയിൻലി ഫുഡ് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. So the main function of the food preservatives is to inhibit the growth and activity of microorganisms such as the bacteria, fungi and others by preventing the enzymatic ആൻഡ് കാറ്റലിറ്റിക് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഇത്തരത്തിലെ ബാക്ടീരിയയും ഫഞ്ചൈയും ഒക്കെ നമ്മുടെ ഫുഡിലുള്ള ഉണ്ടായി കഴിഞ്ഞാൽ അത് ചില അൺഡിസൈറബിൾ ആയിട്ടുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് ഫുഡ് മെയിൻലി സ്പോയിൽ ആവുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഫുഡ് പ്രിസർവേറ്റീവ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒക്കെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുക, ദെർബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈമാറ്റിക് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ലീഡിങ് ടു ദ ഫുഡ് ഡീക്കേ. ഇപ്പോൾ വളരെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് നമുക്കറിയാം. പിക്ലിങ്ങിന് ഉപയോഗിക്കുന്ന സോൾട്ട്, ദെൻ വിനീഗർ, ദെൻ ഷുഗർ, അതൊക്കെയാണ്. വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അച്ചാറൊക്കെ ചിലപ്പോൾ എണ്ണയിലുണ്ടാക്കാം, അല്ലെങ്കിൽ വിനീഗറിലുണ്ടാക്കാം. രണ്ടാണെങ്കിലും നമ്മൾ സോൾട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫുഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാധാരണ ഷുഗർ സൊല്യൂഷൻ എപ്പോഴും യൂസ് ചെയ്യുക? ഫ്രൂട്ട്സൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ബോട്ടിൽസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ മീറ്റ്, ഇറച്ചിയൊക്കെ ഉണക്കിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ സോൾട്ട് ഇട്ട് ഉണക്കിയിട്ടാണ് അത് യൂസ് ചെയ്യുക, ഇൻ ഓർഡർ ടു ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ്. ആൻഡ് ദ sucrose and sodium chloride create a hypertonic solution in the environment of any microorganism present. അതായത് ഇതിലുള്ള സൂക്രോസും അതുപോലെ സോഡിയം ക്ലോറൈഡ്, ഉപ്പും ഒക്കെ ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ വാട്ടർ ഫ്ലോസ്, അതായത് ഈ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സൊല്യൂഷനിലേക്ക് ഓസ്മോസിസ് വഴി പാസ് ചെയ്യുകയും അങ്ങനെ ഓർഗാനിസംസ് അതിൻ്റെ ഡീഹൈഡ്രേഷൻ വഴി നശിച്ചു പോവുകയാണ് മെയിൻലി ചെയ്യുന്നത്. അതാണ് അവിടുത്തെ മെക്കാനിസം. അപ്പോൾ മെയിൻലി 3 കാറ്റഗറീസ് ഓഫ് ഫുഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഫുഡ് പ്രിസർവേറ്റീവ്സ് നമ്മൾ കണ്ടു. ഈ ഫുഡ് പ്രിസർവേറ്റീവ്സ് മെയിൻലി 3 ടൈപ്സ് ആണ് സാധാരണ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ടൈപ്പ് ഈ സോഡിയം ബെൻസോയേറ്റ്, ദെൻ സിട്രിക് ആസിഡ്, ദെൻ പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ്.
ഇപ്പോൾ സോഡിയം ബെൻസോയേറ്റ് നമ്മൾ ധാരാളം ജാംസിലും പിക്കിൾസിലും ഫ്രൂട്ട് ജ്യൂസസിലൊക്കെ യൂസ് ചെയ്യുന്നതുണ്ട്. അത് ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റാണ്. മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറഞ്ഞാൽ C6H5COO ആണ്. അപ്പോൾ C6H5COO നിന്ന് നമുക്ക് എന്തുണ്ടാക്കുന്നു? സോഡിയം ബെൻസോയേറ്റിൽ നിന്ന് ബെൻസോയിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്. അതായത് C6H5COO നിന്ന് C6H5COOH ഉണ്ടാവുന്നു. ഈ ബെൻസോയിക് ആസിഡ് ആണ് ബാക്ടീരിയനെയും ഈസ്റ്റിനെയും അതുപോലെ അത് മൈക്രോബ്സിനെയും ഒക്കെ നശിപ്പിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സോഡിയം ബെൻസോയേറ്റ് വിച്ച് ആക്ട്സ് ആസ് ആൻ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്. ദെൻ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡും വളരെ കോമൺ ആയിട്ട് ജാംസിൽ, ജെല്ലീസിൽ, ഡ്രിങ്ക്സിൽ, സിറപ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി സെക്യുസ്ട്രൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്യുസ്ട്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഐറ്റംസിലൊക്കെ ചിലപ്പോൾ ട്രേസ് എമൗണ്ട് ഓഫ് എന്തെങ്കിലും മെറ്റൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിട്രിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഈ ട്രേസ് മെറ്റൽസിനെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ദീസ് മെറ്റൽസ് ആർ നോട്ട് ഫ്രീ ആൻഡ് ദേ കനോട്ട് കാറ്റലൈസ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഫുഡ് ഐറ്റംസിലുള്ള മെറ്റൽ അയോൺസിനെ ആയിട്ട് ഈ സാധനം സിട്രിക് ആസിഡ് ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സുകളാക്കി മാറ്റുന്നു. അപ്പോൾ കോംപ്ലക്സുകളാക്കി മാറ്റുമ്പോൾ ഒരിക്കലും മെറ്റൽസിന് അതൊന്ന് ഫ്രീ ആയിട്ട് പോരാൻ പറ്റില്ല ആ കോംപ്ലക്സിൽ നിന്നും. അങ്ങനെ മെറ്റൽസിന് ഒരിക്കലും ഈ ഫുഡിൻ്റെ ഡീകമ്പോസിഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ടും സാധിക്കില്ല. അപ്പോൾ അതാണ് മെയിൻലി സിട്രിക് ആസിഡിൻ്റെ യൂസ്. സിട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചറും ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ദ തേർഡ് വൺ ഈസ് പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ്. അതിൻ്റെ ഫോർമുല K2H2O5 ആണ്. അത് ഇതുപോലെ മാംഗോ ചട്നി, ലെമൺ സ്ക്വാഷസ്, പിന്നെ ആപ്പിൾ ജ്യൂസ് അതൊക്കെ പ്രിസർവ് ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ദ പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ് റിയാക്ട്സ് വിത്ത് ദ acid of the fruit or juice and produces sulfur dioxide which kills the microorganisms. അപ്പോൾ പൊട്ടാസ്യം ബൈസൾഫൈറ്റ് ഫ്രൂട്ട്സിലുള്ള ആസിഡ്സുമായിട്ട് ആസിഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഫ്രൂട്ട് ജ്യൂസിൽ. അത് നാച്ചുറലി അത് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്, അല്ലാണ്ട് അത് ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ആ ഫ്രൂട്ട് ജ്യൂസിൽ ഓൾറെഡി നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡ്സിനുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നു, പൊട്ടാസ്യം ബൈസൾഫൈറ്റ്. എന്നിട്ട് സൾഫർ ഡയോക്സൈഡിനെ അത് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സൾഫർ ഡയോക്സൈഡ് ആണ് മെയിൻലി മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കില്ല് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ഫങ്ഷൻ വരുന്നത്. Then other substances which can act as preservatives by producing sulfur dioxide include sulfides, then Na2SO3, K2SO3, then bisulfides, sodium bisulfate, potassium bisulfate. ഇതൊക്കെ ഇതുപോലെ പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റിൻ്റെ അതേ ഫങ്ഷൻസ് തന്നെ ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് സൾഫർ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത്തരത്തിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് ഫുഡ് അഡിറ്റീവ്സിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ കണ്ടത്, ഫുഡ് പ്രിസർവേറ്റീവ്സ്. അതിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് മൂന്നെണ്ണമാണ്: സോഡിയം ബെൻസോയേറ്റ്, സിട്രിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ്. Next category coming under food additives are artificial sweeteners. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ദെൻ സ്വീറ്റ്നേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്. നമുക്കറിയാം സൂക്രോസ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് നാച്ചുറൽ സ്വീറ്റ്നർ. എന്നാൽ ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സ്വീറ്റ്നേഴ്സും ഉണ്ട്. അപ്പോൾ പലരും ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അത്ര തന്നെ വില ഉണ്ടാവില്ല, കുറച്ചും കൂടി ചീപ്പറായിരിക്കും. അതുപോലെ അതിന് ലോ കലോറി കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഡയബറ്റിക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ലോ കലോറി കോൺട്രിബ്യൂഷൻ. പിന്നെ അത് ഭയങ്കര സ്വീറ്ററായിരിക്കും. ഇപ്പോൾ സൂക്രോസ്, നാച്ചുറൽ സ്വീറ്റ്നർ ആയിട്ടുള്ള സൂക്രോസ് ഇപ്പോൾ ഒരു 5 ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സ്വീറ്റ്നസ്സേ വരുള്ളൂ. പക്ഷേ അത് ആ പ്ലേസിൽ 5 ഗ്രാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിട്ട് അത് ആക്ട് ചെയ്യും, നല്ല മധുരം അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ബേക്കറീസിലൊക്കെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് മോർ ചീപ്പ്. അപ്പോൾ ചീപ്പറാണ്, മാത്രമല്ല നല്ല സ്വീറ്റ്നസ്സും അത് ഉണ്ടാക്കുന്നുണ്ട്. Okay, so the artificial sweeteners, they contribute very low to the calorie when compared to that of the natural sweetener sucrose.
and hence the artificial sweeteners are used in a wide variety of foods, beverages, since they are much sweeter than sucrose and only a small concentration of such substances can be used to sweeten our food product. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. എനിവേ ദേ ആർ കെമിക്കൽസ്, സോ ദേ ക്യാൻ കോസ് മെനി ഹസാർഡ്സ്. അപ്പം നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിന് നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് നോക്കേണ്ടതാണ്. സോ ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഈസ് സാക്കറിൻ. അപ്പോൾ സാക്കറിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാക്കറിൻ ഈസ് ഓർത്തോസൾഫോബെൻസിമൈഡ്. ഇറ്റ് സ്വീറ്റ്നസ് ഈസ് അബൌട്ട് 550 times ദാറ്റ് ഓഫ് കെയിൻ ഷുഗർ. നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന ഷുഗറാണ് നമ്മൾ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും 550 ഇരട്ടി സ്വീറ്റ്നറാണ് saccharin. So the saccharin can be much preferred by the bakers. അതുപോലെ കുറച്ചും കൂടി ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സാക്കറിൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും നിങ്ങൾ നോക്കേണ്ടതാണ്. Then saccharin contributes no calories to the diet because it is not metabolized by human body and it is excreted from the body in urine. അപ്പോൾ അത് ഡയറ്റിനൊന്നും ഭയങ്കര കോൺട്രിബ്യൂഷനൊന്നും നടത്തില്ല, സിൻസ് ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യൊന്നുമില്ല, അത് എക്സ്ക്രീറ്റോട് കൂടെ പുറത്തേക്ക് പോവുക, യൂറിനിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംവാട്ട് ഇനേർട്ടാണ് ആൻഡ് കംപ്ലീറ്റ്ലി ഹാംലെസ് വെൻ ഇൻജസ്റ്റഡ്. ഉള്ളിലേക്ക് കയറിയാലും അത് എക്സ്ക്രീഷിയായിട്ട് യൂറിനിൽ കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതെന്താണ്, ഹാംലെസ് ആണ്, കമ്പാരിറ്റീവ്ലി ഹാംലെസ് ആണ്. ആൻഡ് സാക്കറിൻ ഈസ് ഹീറ്റ് സ്റ്റേബിൾ ആൻഡ് ഹെൻസ് ഈസ് എ ഗുഡ് ചോയ്സ് ഫോർ യൂസ് ഇൻ കുക്കിംഗ്, ബേക്കിംഗ് ആൻഡ് കാനിങ്. അപ്പോൾ അതിനൊക്കെ ബിക്കോസ് ഇറ്റ് ഈസ് ഹീറ്റ് സ്റ്റേബിൾ, ഹീറ്റിൽ അത് ഡീകമ്പോസ് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ് ചോയ്സ് ആണ് കുക്കിങ്ങിനൊക്കെ. Then it is also extremely useful for the diabetic patients and also for people who need a low calorie diet. Because അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ കലോറി ഡയറ്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാക്കറിൻ നല്ലതാണ്. Then it is used in various food products such as jams, soft drinks, tinned food, chewing gum, അങ്ങനെ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റിലും ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിലും വരെ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് സാക്കറിൻ. So go through this and also study the structure of saccharin. ഇനി ഇതുപോലെ തന്നെ വേറെയും പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് aspartame. So the aspartame is the principal artificial sweetener used nowadays. It is about 180 to 200 times sweetener than sucrose, and structure is given here. And it is the dipeptide derivative made from aspartic acid and methyl ester of phenylalanine. അപ്പോൾ അതിൽ നിന്ന് ഈ aspartic ആസിഡിൽ നിന്നും മീഥൈൽ എസ്റ്റർ ഓഫ് ഫിനൈലാലനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് aspartame. അപ്പോൾ അത് നല്ല കുറച്ചും കൂടി സ്വീറ്റ്നറാണ്, കെയിൻ ഷുഗറിനേക്കാളും കുറച്ചും കൂടി സ്വീറ്റ്നറാണ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതും ഡൈജസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്, പക്ഷേ അതിൻ്റെ കാലോറിക് വാല്യൂ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ കുറച്ച് എമൗണ്ട്സ് ഷുഗറിനേക്കാളും നോർമൽ ഷുഗറിനേക്കാളും വളരെയധികം സ്വീറ്റ്നർ ആയതുകൊണ്ട് കുറച്ചേ അതിൽ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ചില കാറ്റഗറീസ് ഓഫ് പേഴ്സൺസിന് ഇത് തീരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള കാറ്റഗറിയാണ് പീപ്പിൾ സഫറിങ് ഫ്രം ദ ജെനറ്റിക് ഡിസീസ് ഫിനൈൽ കീറ്റോറിയ. അതായത് അത്തരത്തിലുള്ള പേഷ്യൻസ്, ജെനറ്റിക് ഡിസീസാണ് ഫിനൈൽ കീറ്റോറിയ. അപ്പോൾ അവർക്ക് ഈ aspartame യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു മെറ്റാബോളൈസ് ദ ഫിനൈൽ അലാനിൻ. അപ്പോൾ ഈ aspartame എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞു ആസ്പാർട്ടിക് ആസിഡിൽ നിന്നും മീഥൈൽ എസ്റ്റർ ഓഫ് ഫിനൈൽ അലാനിൽ നിന്നും ആണെന്ന്. അപ്പോൾ ഇത്തരത്തിൽ രോഗമുള്ളവർക്ക് ഈ ഫിനൈൽ അലാനിനെ മെറ്റാബോളൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിനൈൽ കീറ്റോറിയ ഉള്ള പേഷ്യൻസ്, ജെനറ്റിക് ഡിസീസ് ഉള്ളവർ ഒരിക്കലും aspartame യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. Then it has also one disadvantage, because other disadvantage എന്താണെന്ന് വെച്ചാൽ it is not stable at cooking temperatures because it changes chemically at a higher temperatures and loses its sweetness. So its use is limited to cold foods and soft drinks. അതായത് ഈ സാധനം ഹീറ്റിനോട് സ്റ്റേബിൾ അല്ല,
അതായത് അത് ഹൈ ടെമ്പറേച്ചറിലെ കെമിക്കലി ആയിട്ട് അത് റിയാക്ട് ചെയ്യും, അങ്ങനെ അതിൻ്റെ സ്വീറ്റ്നെസ് നഷ്ടപ്പെടുന്നു. അപ്പം അതുകൊണ്ട് ചൂടാക്കണ ഐറ്റംസിനൊന്നും നമുക്ക് ഈ ആസ്പാർട്ടയും ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് ബിക്കോസ് ഇറ്റ് വിൽ റിയാക്ട് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. ഇത് എത്തരത്തിലുള്ളതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? കോൾഡ് ഫുഡ്സിനും അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിനും മാത്രമാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റൂം ടെമ്പറേച്ചറിൽ ഓൾമോസ്റ്റ് pH 4.3 അത് വളരെ സ്റ്റേബിളാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ഏകദേശം 300 ഡേയ്സ് ഒക്കെ ആയിട്ട് വരുന്നു. പക്ഷേ pH 7 ഒക്കെ ആയി കഴിഞ്ഞാൽ അത് കുറച്ച് ഹാഫ് ലൈഫ് പീരീഡ് കുറയും. മാത്രമല്ല pH 3 to 5 ആണെങ്കിൽ അത് റീസണബിളി സ്റ്റേബിളാണ്. കുറേ മാസങ്ങൾ വരെ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം. അസ്പാർട്ടയം, ഇറ്റ് ഈസ് ഓൾസോ എ പ്രിൻസിപ്പിൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. അതുപോലെ അടുത്ത ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് സുക്രാലോസ്. സുക്രാലോസ് എന്ന് പറഞ്ഞ ഒരു നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നറാണ്. പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒന്നും അതിനില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് സൂക്രോസിൻ്റെ ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസ്മെൻറ്റ് ഓഫ് 3 OH ഗ്രൂപ്പ്സ് ഓഫ് സൂക്രോസ് ബൈ 3 Cl. നിങ്ങൾ ഈ സൂക്രോസിൻ്റെയൊക്കെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കും ഓർഗാനിക്കിലെ. അപ്പോൾ അതിൽ 3 OH ഗ്രൂപ്പ്സിനെ മാറ്റി അവിടെയൊക്കെ Cl വരുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് സുക്രാലോസിൻ്റെ. ദെൻ സുക്രാലോസ് ഈസ് ആസ് മച്ച് ആസ് 600 times സ്വീറ്റ്നർ. സുക്രോസിനേക്കാളും വളരെ സ്വീറ്റ്നറാണ്. അതൊരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അത് വാട്ടറിലൊക്കെ ഹൈലി സോലിബിൾ ആണ്. അത് കലോറി ഫ്രീ ആണ്. പിന്നെ അതിന് ബിറ്റർ ടേസ്റ്റ് ഒന്നും കുറേ നേരം വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല, എക്സ്ക്രീഷനിൽ കൂടെ അത് പുറത്തേക്ക് പോവും. അതുപോലെ അത് കുക്കിംഗ് ടെമ്പറേച്ചേഴ്സിലൊക്കെ വളരെ സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേക്ക്ഡ് ഫുഡ്സിലൊക്കെ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാൻറ്റീയിലെ, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിലെ, സലാഡ്സിലെ, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് ഈ സുക്രാലോസ് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് അങ്ങനെ പല്ലായിട്ട് ടീത്തായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അത് ഡെൻ്റൽ കാവിറ്റീസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ച്യൂവിങ് ഗംസിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നതാണ് ഈ സുക്രാലോസ്. ഇതാണ് വേറൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അത് 600 times സ്വീറ്ററാണ് സുക്രോസിനേക്കാളും സുക്രാലോസ്. നെക്സ്റ്റ് ഈസ് ആലിറ്റെയിം. ആലിറ്റെയിം ആണ് ഏറ്റവും നല്ല സ്വീറ്റ്നർ. അതായത് 2000 times സ്വീറ്റർ ദാൻ സൂക്രോസ് ആണ്. സൂക്രോസിൻ്റെ സ്വീറ്റ്നെസ്സിനേക്കാളും 2000 ഇരട്ടി സ്വീറ്റ്നറാണ് ആലിറ്റെയിം. ബട്ട് ഇറ്റ് ഈസ് എ നോൺ ന്യൂട്രിറ്റീവ് ഹൈ പൊട്ടൻസി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. ദെൻ അത് വലിയ ന്യൂട്രിറ്റീവ് എബിലിറ്റി ഒന്നും അതിനില്ല. അലിറ്റെയിമിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഡൈപെപ്റ്റൈഡ് ഓഫ് L-aspartic acid ആൻഡ് D-alanine. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സ്വീറ്റ്നർ ഏതാണെന്ന് ചോദിച്ചാൽ, സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അലിറ്റെയിം ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് 2000 times more sweetener than sucrose. Then a major portion of the consumed aliteim is absorbed and hydrolyzed to aspartic acid and alanine amide. So the aspartic acid is metabolized normally and the alanine amide is excreted through urine. അപ്പോൾ അലനിൻ അമൈഡും അതുപോലെ അസ്പാർട്ടിക് ആസിഡും ആയിട്ടാണ് ഇത് മാറുന്നത്. അതിൽ അലനിൻ അമൈഡ് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. ആസ്പാർട്ടിക് ആസിഡ് സാധാരണ നമ്മുടെ ബോഡിയിലെ മെറ്റാബോളൈസേഷനെ പാത്രമാവുകയും ചെയ്യുന്നുണ്ട്. 10 times സ്വീറ്റ്നറും അതുപോലെ മോർ ഹീറ്റ് സ്റ്റേബിളും ആണ് ദെൻ അസ്പാർട്ടയും. ദെൻ അൽറ്റെയിം ഡസ് നോട്ട് കണ്ടെയ്ൻ ദ ഫിനൈൽ അലാനിൻ മോൾട്ടി. അതുകൊണ്ട് തന്നെ ഫിനൈൽകീറ്റോറിയ ഉള്ള ജനറ്റിക് ഡിസീസ് ഉള്ള ആൾക്കാർക്കും അൽറ്റെയിം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അൽറ്റെയിം ധാരാളം ഫുഡ്സിലെ, ബിവറേജസിലെ, ബേക്കറി ഐറ്റംസിലെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡെസേർട്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് ഐറ്റംസിലും ധാരാളമായിട്ട് യൂസ് ചെയ്തു വരുന്ന ഒന്നാണ് ദിസ് അസ്പാർട്ടയും. ഓക്കെ.